സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു 10:30 അക്കോമഡേഷനിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ എഡിൻബറ സിറ്റി സെൻറ്ററിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പ്രിൻസസ് ഗാർഡനോട് ചേർന്നിട്ടുള്ള സെൻറ്റ് കത്ബേർട്സ് കേർക്ക്യാർഡാണ്. കേർക്ക്യാർഡ് എന്ന് പറയുന്നത് ചേർച്ച് യാർഡിനെയാണ് ഈ സ്കോട്ടിഷിൽ പറയുന്നതാണ് കേർക്ക്യാർഡ്. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രേവ് യാർഡാണ് ഇത് കേട്ടോ. സെൻറ്റ് കത്ബേർട്സ് എന്ന് പറയുന്ന ചേർച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ ഗ്രേവ് യാർഡാണ് ഇത്. നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രേവ് യാർഡാണ്. ഈ ശവക്കോട്ടയ്ക്കുള്ളിലാണ് ആൾക്കാർ ഇരുന്ന് ചില്ല് ചെയ്യുന്നത്, ഇടയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കഫേ ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ കല്ലറകളുടെയൊക്കെ മുകളിലായിട്ടാണ് ഇരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ രണ്ടുപേരിരുന്ന് ഒരു ബെഞ്ചിലിരുന്നിട്ട് ചില്ല് ചെയ്യുന്നു. അതൊക്കെ കല്ലറകളുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സ്ഥലം, അതാണ് സെൻറ്റ് കത്ബേർട്സ് ചേർച്ച് യാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേർക്ക്യാർഡ് എന്ന് പറയുന്നത്. ഈ സെൻറ്റ് കത്ബേർട്സ് 7th സെഞ്ച്വറിയിലാണ് ഇത് ഫൗണ്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ഗ്രേവ് യാർഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഗ്രേവ് യാർഡ്സ് ആണ് കേട്ടോ. അതായത് ഏകദേശം 14th സെഞ്ച്വറി തുടങ്ങിയുള്ള കല്ലറകൾ ഈ ഗ്രേവ് യാർഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ചേർച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാത്ത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അത് കുറച്ച് നേരം നോക്കിയിരുന്നു എന്താണെന്നറിയാൻ വേണ്ടി, ബട്ട് എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടില്ലേ, ഫുൾ കല്ലറകളാണ്, പല രീതിയിൽ, പല ഷേപ്പിൽ, അങ്ങനെ പല കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകൾ വ്യത്യാസത്തിലൊക്കെയുള്ള പല 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 കല്ലറകൾ, നിറയെ ആത്മാക്കൾ വിഹരിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ആളുകൾ ഒരുപാട് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേവ് യാർഡ്. ഇങ്ങനെ ഒരു ഗ്രേവ് യാർഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സാധാരണ നമ്മൾ ശവക്കോട്ടകളിൽ നിന്ന് വിട്ട് നിൽക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ എല്ലാവരും ഇത് വന്ന് ഗ്രാൻഡായിട്ട് വിസിറ്റ് ചെയ്ത് ചിൽ ഔട്ട് ചെയ്ത് നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ പള്ളിക്കുള്ളിൽ നമുക്കിപ്പോൾ എൻട്രി ഇല്ല കേട്ടോ. ഈ സെൻറ്റ് കത്ബേർട്സ് ചേർച്ച് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്രൈം റൈറ്ററായിട്ടുള്ള അഗത ക്രിസ്റ്റി ഉണ്ടല്ലോ, അഗത ക്രിസ്റ്റി അവരുടെ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആയതിനു ശേഷം രണ്ടാമത് മാരി ചെയ്തത് ഈ സെൻറ്റ് കത്ബേർട്സ് ചേർച്ചിലാണെന്നാണ് പറയപ്പെടുന്നത്. അവർ രണ്ടാമത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇലോപ്പ് ചെയ്ത് വന്നിട്ട് ഒളിച്ചോടി ഇവിടെ വന്നിട്ടാണ് കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് ഈ സെൻറ്റ് കത്ബേർട്സ് ചേർച്ചിന്. പിന്നെ ഈ ഗ്രേവ് യാർഡ്സിൽ പല ഫേമസ് ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെയും ഗ്രേവ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കാസലിൻ്റെ നേരെ ചോട്ടിൽ അതിൻ്റെ ഒരു ഷാഡോയിലാണ് ഈ ഗ്രേവ് യാർഡ് ഉള്ളത്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി കാണാൻ പോകുന്നതാണ് അതിലേറെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച. ദേ ശവക്കോട്ടയിൽ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ ദേ ആ കോർണറിലേക്ക് നോക്കിയാൽ മതി. അവിടെ 2 ടെൻ്റ് ഇട്ട് കേട്ടോ, അതിലാളുകളും ഉണ്ട്. എത്ര വിചിത്രമായ കാഴ്ചകളാണല്ലേ. ഇത്തരം കാഴ്ചകളൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ശവപ്പറമ്പൊക്കെ എൻജോയ് ചെയ്ത് കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. നോട്ടബിളായിട്ടുള്ള പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഗ്രേവ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫേമസ് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ജോൺ നേപ്പിയറിൻ്റെ ഗ്രേവ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ. അത് ഏകദേശം 18th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചതാണ്. അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, പണ്ട് ഈ ഗ്രേവ് യാർഡിൽ നിന്ന് ഡെഡ് ബോഡീസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അത് ഇല്ലീഗലായിട്ട് മെഡിക്കൽ സ്കൂളിലേക്കൊക്കെ വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ വാച്ച് ടവർ അവർ പണിതത്. അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്നത് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസിലേക്കാണ് കേട്ടോ. ഇത് എഡിൻബറയിലെ 2 പബ്ലിക് ഗാർഡൻസ് ചേർന്നതാണ് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയും നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ആ കാസലിൻ്റെ വ്യൂ, അത് തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി. അതിനൊപ്പം ഭംഗി കൂട്ടുന്ന ഒന്നാണ് ഈ റോസ് ഫൗണ്ടൻ. ഈ റോസ് ഫൗണ്ടൻ 1872 ഇവിടെ സ്ഥാപിച്ചത്. ഇത് ഉണ്ടാക്കിയത് ഫ്രാൻസിലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് സെൻറ്റ് ജോൺസ് സ്കോട്ടിഷ് എപ്പിസ്കോപ്പൽ ചേർച്ച്. ഇതത്ര വലിയ ഹ്യൂജ് ആയിട്ടുള്ള ചേർച്ചൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ആ ഇൻറ്റീരിയർ, ആ മുകൾ ഭാഗം കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു ആക്ച്വലി ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, ബ്രഞ്ച് കഴിച്ചിട്ട് ഞങ്ങളിനി നേരെ കാസൽ ടൂറിന് വേണ്ടി പോവാണ് കേട്ടോ. ഓൾറെഡി നമ്മളൊരു ടൈം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാസൽ ടൂറിന്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തണം. അപ്പോൾ ടൈം ആവാനായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
റോയൽ മൈലിലേക്കാണ് ഞങ്ങളോട് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്ന് റോയൽ മൈലിലേക്ക് ഒരു 10 മിനിറ്റ്സ് വാക്കുണ്ട്. അപ്പോൾ അതുവഴി കാണുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കോട്ടിഷ് ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഈ കാണുന്ന സെൻറ്റ് ജൈൽസ് കത്തീഡ്രൽ. അതായത് സ്കോട്ടിഷ് റിഫോർമേഷൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് ഈ സെൻറ്റ് ജൈൽസ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയ ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ സെൻറ്റ് ജൈൽസ് കത്തീഡ്രലിനെ കാണുന്നത്. നമ്മളങ്ങനെ റോയൽ മൈലിലെത്തി. അതായത് കാസിലിനെയും പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഈ ഹിസ്റ്റോറിക്കൽ സ്ട്രീറ്റാണ് റോയൽ മൈൽ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഓഗസ്റ്റ് ആയതുകൊണ്ടും ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ടും എവിടെ നോക്കിയാലും കലാകാരന്മാരെയും പലവിധ ആർട്ട് ഫോംസും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് എഡിൻബ്രയിലെ ഫ്രഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് വേൾഡ് ഫേമസ് ഫെസ്റ്റിവലാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാവിധ കലാകാരന്മാരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഫ്രഞ്ച് ഫെസ്റ്റിവൽ. അങ്ങനെ ഞങ്ങളോട് ഇവിടെയാണ് മീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ടീമിലുള്ള എല്ലാവരും വന്നു കഴിയുമ്പം ഗൈഡ് ഞങ്ങളെ കാസലിൻ്റെ ടൂറിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്തതാ അവിടെ ഒരു സ്കോട്ടിഷ് വിവാഹം കഴിഞ്ഞ് വധുവരന്മാർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ വിവാഹങ്ങൾക്കൊക്കെയാണ് അവരുടെ ആ ഒരു ട്രഡീഷണൽ വേഷം അവർ ധരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗൈഡിനെ കണ്ടെത്തി. ആ പച്ചയും വെള്ളയും കുട പിടിച്ച് മുന്നിൽ പോകുന്നതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ പുള്ളി ഈ കുട പൊക്കി പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിസ്സായി പോകാതിരിക്കാൻ, അത്രയും തിരക്കാണല്ലോ. അപ്പം ആദ്യം തന്നെ പുള്ളി കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തരുവാണ്. എഡിൻബ്രേൻ്റെയും അതുപോലെ കാസലിൻ്റെയും ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇടയ്ക്കൊക്കെ തരുന്നുണ്ട്. പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത്രയേറെ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ കാസലിൻ്റെ അവിടെ എത്തി. അപ്പോൾ കാസലിൻ്റെ ചരിത്രമൊക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീണ്ടും പുള്ളി പറയാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടാണ് ഈ ഗൈഡഡ് ടൂർസ് ഉണ്ടാവുക. Then they get multiple ice ages which start eroding the mountains and replace the smaller but beautiful highlands we know and love today. One of these mountains which gets eroded is an old extinct volcano called Castle Rock. And on top of Castle Rock, you'll find Edinburgh Castle. ഞങ്ങളുടെ ഗൈഡ് അവിടെ തന്നെ ജനിച്ചു വളർന്ന പക്കാ സ്കോട്ടിഷുകാരനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ സ്കോട്ടിഷ് ആക്സെൻറ്റ് ഡയറക്റ്റായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റി. സ്കോട്ടിഷ് ആക്സെൻറ്റ് നമ്മൾ പൊതുവേ ഒന്നും മനസ്സിലാവാത്ത ആക്സെൻ്റ് ആണെന്ന് പറയാറുള്ളത്. കാസലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീണ്ടും ഒരു പാസ് തന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ പാസിലുള്ള ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാസലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തിരക്കില്ലാത്ത സീസൺ അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. പക്ഷേ സീസൺ സമയത്താണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒരു 1 മന്ത് മുന്നേ എങ്കിലും ബുക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ആണ് ഈ ഗൈഡഡ് ടൂർസ് എടുത്തത്. അത് വേറെ കമ്പനീസ് ഏജൻസീസ് നടത്തുന്നതാണ്. അപ്പോൾ ഗൈഡഡ് ടൂർസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലായിരിക്കും. ഒരു 10 പൗണ്ട്സ് ഒക്കെ അധികം ഉണ്ടായിരുന്നു. കാസലിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കടന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാസൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊരു വില്ലേജ് തന്നെയാണുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കയറുമ്പം നമ്മൾ വേറെ ഒരു ചെറിയ വില്ലേജിലേക്ക് ചെന്നെത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചെറിയ ചെറിയ ബിൽഡിങ്സും ചെറിയ ചെറിയ വീടുകൾ പോലെയുള്ള ഇതും സ്ട്രീറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നമുക്കൊരു കാസലിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു ഇമേജ് അല്ല അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ശരിക്കും വേറെ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതി. ഗൈഡഡ് ടൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ഗൈഡ് നമുക്ക് ആ കാണുന്ന ബിൽഡിങ്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഭരിച്ചിരുന്ന ആൾക്കാരുടെ ചരിത്രം, അതിൻ്റെ പ്രത്യേകതകൾ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരൂ കേട്ടോ.
കാസലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം എഡിൻബ്ര നഗരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കാസൽ എന്ന് പറയുന്നത് ഇരിക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. അതായത് ആ ഫുൾ എഡിൻബ്രയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹില്ലിൻ്റെ മുകളിലാണ് നമ്മുടെ കാസലുള്ളത്. അതൊരു വോൾക്കാനിക് ഹില്ലാണ് കേട്ടോ. പിന്നെ കാസൽ എന്ന് പറയുന്നത് സ്കോട്ടിഷ് ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ രാജമുദ്രകളും ചെങ്കോലും ആഭരണങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഈ കാണുന്ന കാസലിനുള്ളിലാണ് കേട്ടോ. കാസലിനുള്ളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബിൽഡിംഗാണ് ദേ ആ കാണുന്നത്, സെൻറ്റ് മാർഗ്രറ്റ്സ് ചാപ്പൽ. അതായത് 12th സെഞ്ച്വറിയിൽ കിങ് ഡേവിഡ് I അവരുടെ അമ്മയായിട്ടുള്ള ക്വീൻ മാർഗ്രറ്റിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതാണത്. പിന്നെ നമ്മുടെ ഗൈഡ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതിലൊക്കെ എക്സ്പേർട്ടായിരുന്നു. ഇനി നമ്മൾ കിടക്കുന്ന ഈ ക്രൗൺ സ്ക്വയറിലാണ്. അതിന് ചുറ്റുമുള്ള ഈ കാണുന്ന ബിൽഡിങ്സിലാണ് ഈ സ്കോട്ട്ലൻഡ് രാജ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വെൽത്തും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ജ്വല്ലറി, ബാക്കി വെൽത്തും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പം ആ ജ്വല്ലറി സൂക്ഷിച്ചിരിക്കുന്നിടത്ത് നമുക്ക് കയറി കാണണമെങ്കിൽ മിനിമം ഒരു 40 minutes അല്ലെങ്കിൽ 1 hour ഒക്കെ ക്യൂവിൽ നിൽക്കണം. അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ക്വീൻ മേരി ഓഫ് സ്കോട്ട്സിൻ്റെ ഒരു ചെറിയ മ്യൂസിയം പോലെയുണ്ട്. അതാണ് നമ്മൾ കടന്നു വന്ന് കാണാമെന്ന് വിചാരിച്ചത്. ക്വീൻ മേരി ഓഫ് സ്കോട്ട്സ് ഈ സ്കോട്ട്ലൻഡ് ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമുള്ള ഒരു രാജ്ഞിയാണ് കേട്ടോ. സ്കോട്ട്ലൻഡ് ചരിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ട്രാജഡി നിറഞ്ഞൊരു ലൈഫുള്ള ക്വീനാണ് ക്വീൻ മേരി. 6 days ഉള്ളപ്പോഴാണ് അവരെ രാജ്ഞിയായിട്ട് വാഴിക്കുന്നത്. പിന്നീട് പല കോൺഫ്ലിക്റ്റുകൾ, മാരേജ് ഇഷ്യൂസ്, വേറെ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് ഒരു സമയത്ത് അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് ക്വീൻ എലിസബത്ത് I അവരെ തടവിലാക്കുകയും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ട്രാജിക്കൽ ഒരു സ്റ്റോറിയാണ് അവർക്കുള്ളത്. പക്ഷേ അവരുടെ മോനായിട്ടുള്ള കിങ് ജെയിംസ് VI ഓഫ് സ്കോട്ട്ലൻഡ് ആണ് പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ രാജാവായ കിങ് ജെയിംസ് I. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്താണ് ഈ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒക്കെ കൂടെയുള്ള ഒരു ഒന്നിക്കലും അങ്ങനെയുള്ള ഒരുപാട് ഒരു കോംപ്ലിക്കേറ്റഡ് ഹിസ്റ്ററി ഉണ്ട് ഈ സ്കോട്ട്ലൻഡ് ചരിത്രത്തിന്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിസ്കി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് വിസ്കി ട്രൈ ചെയ്യാൻ വേണ്ടി തരുമെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിസ്കി ഷോപ്പ് ഒന്ന് കയറി കാണുകയാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടൈം കഴിഞ്ഞു പോയായിരുന്നു. സ്കോട്ട്ലൻഡ് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് വിസ്കി. അപ്പോൾ സ്കോട്ട്ലൻഡിൽ ചെന്ന ആരും സ്കോച്ച് വിസ്കി കഴിക്കാതെ പോരുന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും ഇവിടെ ഈ കാസലിൻ്റെ ഉള്ളിൽ തന്നെ പല ബിൽഡിങ്സും അവർ ഇതുപോലെ ഒരു മ്യൂസിയം സെറ്റപ്പിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹോൾ ഹിസ്റ്ററിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ. അപ്പം പല മ്യൂസിയങ്ങളും ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി അത് കണ്ടിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. അങ്ങനെയെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഇരിക്കുന്നത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ വാള്. 1799 ടിപ്പു സുൽത്താൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വാളും കാര്യങ്ങളൊക്കെ ഒരു വാർ ട്രോഫീസ് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഈ മ്യൂസിയത്തിൽ, നാഷണൽ വാർ മ്യൂസിയത്തിൽ അവരതൊരു ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ആയിട്ട് നടത്തിയ ബാറ്റിൽസിൻ്റെ ഒരു റിമൈൻഡറായിട്ടാണ് അത് അവരവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് കാസലിൻ്റെ ഉള്ളിലെ തന്നെ നാഷണൽ വാർ മ്യൂസിയമാണ് സ്കോട്ട്ലൻഡിൻ്റെ. അപ്പം സ്കോട്ട്ലൻഡുകാർ നടത്തിയ പല പല യുദ്ധങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അതിലുപയോഗിച്ച റൈഫിൾസ്, വെപ്പൺസ്, യൂണിഫോംസ്, മിലിറ്ററി സിംബൽസ്, അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ളത് കേട്ടോ. ഈ കാണുന്ന പീരങ്കിയിൽ നിന്ന് എല്ലാ ദിവസവും കറക്റ്റ് 1 മണിയാവുമ്പം ഗൺ ഫയർ ചെയ്യും കേട്ടോ, ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട്.
അങ്ങനെ ക്യാസിൽ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ക്യാസിലിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ഇതുപോലെ വലിയ ഗാലറി പണിതിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ തന്നെ എഡിൻബ്ര ഫ്രഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഇവിടെ ലോകത്തെമ്പാട് നിന്നുള്ള പല കലാകാരന്മാർ ഇവിടെ നിന്നിട്ട് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഗാലറിയാണിത്. അപ്പോൾ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മുടെ ഫ്ലാഗും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളവിടെയുണ്ട്. ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ എത്ര ഭാഷകളാണ് കേൾക്കുന്നതെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. എത്രമാത്രം ഏതെല്ലാം സ്ഥലത്തു നിന്നുള്ള രാജ്യക്കാരാണ് ആളുകളാണ് നമ്മുടെ ഒപ്പം ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത്. അതേപോലെ ഇതുപോലെ പാട്ട് പാടുന്നവരും ഓരോരോ കലകൾ ആർട്ട് ഫോംസൊക്കെ അവതരിപ്പിക്കുന്നവരെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും. ആൻഡ് പിന്നൊരു പ്രത്യേകത, ഞങ്ങളുടെ ആ ഒരു ടൂർ ഗ്രൂപ്പിൽ തന്നെ എവിടെ നിന്നൊക്കെയാണ് ഹംഗറി, ഇറ്റലി, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, പിന്നെ ഞങ്ങൾ ഇന്ത്യ, പിന്നെ ലിത്വേനിയ, അങ്ങനെ ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ തന്നെ ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഈ വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് കാണുമ്പം ഒരുവിധം എന്താ പറയുക, ഈ നമ്മുടെ ഹാരി പോട്ടർ ഫാൻസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടൊരു സ്ട്രീറ്റാണ് ഈ വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഹാരി പോട്ടർ സീരീസിലെ ഡയഗ്നാലി വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ജെ.കെ. റൗളിംഗ് അത് എഴുതിയതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷോപ്സും അതിൻ്റെ കോബിൾഡ് സ്ട്രീറ്റ്സും ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നത്. അതുപോലെ ആ കർവ്ഡ് സ്ട്രീറ്റ്. പിന്നെ ഈ കാണുന്നതാണ് ഒരു ഹാരി പോട്ടർ മ്യൂസിയമാണ്. ആക്ച്വലി അത് മ്യൂസിയം അല്ല, ഒരു ഷോപ്പാണ്. ഒഫീഷ്യലി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹാരി പോട്ടർ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത് ആക്ച്വലി ഒരു മ്യൂസിയം പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നേരം ക്യൂ നിന്ന് ഈ 2 പേരെയൊക്കെയാണ് അതിനുള്ളിലേക്ക് കയറ്റുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ക്യൂ നിന്ന് നോക്കി, പക്ഷേ കുറേ ടൈം എടുക്കും അതൊന്ന് കയറി കാണണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ ആ അറ്റംപ്റ്റ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം 2 ദിവസം ബർഗർ സാൻഡ്വിച്ച് തിന്ന് മടുത്തിട്ട് മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ബസ് കയറിയിട്ട് ആണെങ്കിലും ഒരു ഷോപ്പിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. മലയാളി റെസ്റ്റോറൻറ്റിൽ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ബിരിയാണിയും പൊറോട്ടയും ബീഫും പിന്നെ നമ്മുടെ മന്തിയെല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. 2 ദിവസം ബർഗർ തിന്നതിന് ഒരു സമാധാനമായി അത് കഴിച്ചപ്പം. ഇനി ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കാൾട്ടൺ ഹിൽ. ഈ കാൾട്ടൺ ഹിൽ കാണാൻ നമുക്ക് ഈവനിങ് തന്നെ വരണം. കാരണം ഇവിടെ വരുന്നത് ഇവിടെ നിന്നുള്ള ഒരു സൺസെറ്റ് വ്യൂ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഈ കാൾട്ടൺ ഹിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോകാമെന്നും വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നാഷണൽ മോണ്യുമെൻറ്റ്. അതായത് യുദ്ധത്തിൽ മരണപ്പെട്ട സോൾജേഴ്സിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് പണിത ഒരു മോണ്യുമെൻ്റാണിത് 19th സെഞ്ച്വറിയിൽ. അത് കണ്ടാൽ ഒരു ഏതൻസിലെത്തിയ ഫീലില്ലേ, അതിനെ ഏതൻസ് ഓഫ് നോർത്ത് എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ളൊരു സീ വ്യൂ ഉണ്ട്. ആൻഡ് ആ സീ വ്യൂവും കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൺസെറ്റ്, ആ ഒരു നല്ല ഫീല് കിട്ടും കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു തണുത്ത കാറ്റും. അതുവരെ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നടന്നതിൻ്റെ, ഒരുപാട് അലഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ പറ്റിയ സ്ഥലമാണിത്. ഏകദേശം ഒരു 2 hours ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ആ കാറ്റൊക്കെ കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നോക്കി അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ടാണ് ഞങ്ങൾ പിന്നെ ബസ് കയറി തിരിച്ച് ഷെഫീൽഡിലേക്ക് പോയത്. ആൻഡ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നെയ്തന് സ്കോട്ട്ലൻഡിൽ വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് അവൻ അത്ര വരെ നടന്ന ഒരു ക്ഷീണമൊന്നും അവൻ അവിടെ എത്തിയപ്പോൾ കാണിച്ചതേ ഇല്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അവന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകേണ്ട സമയമായി നെയ്തൻ നമുക്ക് ബസ് പിടിക്കാനായി എന്ന് പറയുമ്പോഴും ആൻഡ് ഹീ വാസ് ലൈക്ക് നോ, എനിക്ക് പോകണ്ട, ഇവിടെ കുറേ നേരം കൂടെ ഇവിടെ നിൽക്കണം, സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അത്രയ്ക്കും നെയ്തൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ കാൾട്ടൺ ഹിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ് ചെയ്യുന്നത്
മക്കൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ട്രിപ്പൊക്കെ അവസാനമാകുമ്പോഴേക്കും കരഞ്ഞു പിഴിഞ്ഞ് അവസാനിപ്പിക്കുന്നതിനേക്കാളും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് മക്കൾ നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഹാപ്പി ഫീലിംഗ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഡേ 2 ഇവിടെ കഴിഞ്ഞു. ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. ഞങ്ങൾ സന്ധ്യയോടുകൂടി ബസ്സെടുത്ത് ഷെഫീൽഡിലേക്ക് തിരിച്ചു പോയി. അപ്പം ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് എനിക്ക് തുടർന്നും വീഡിയോസ് ഇടാൻ വേണ്ടി ഭയങ്കര പ്രചോദനമാവും. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ. ഇതേപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. Bye bye and take care.